السلام عليكم ورحمة الله. وعليكم السلام ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാന്യരായ ഉസ്താദുമാർ, കാരണവന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, കൂട്ടുകാർ, ചെറുപ്പക്കാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ഒരുപാട് പറയാനും കേൾക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും കഴിയുന്ന രൂപത്തിൽ അല്ലാഹു നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി തരുമാറാകട്ടെ. ആമുഖങ്ങളൊന്നും ഇല്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു വലിയ തൗഫീഖ് നൽകിയ ഒരു വിഭാഗമാണ് ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ജീവിതത്തിൽ ഏതൊരു മുസൽമാനായ മനുഷ്യന്റെയും ആഗ്രഹമാണ് വിശുദ്ധമായ കഅബാലയം കാണുക എന്നത്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും മക്ക നാട് ഒന്ന് കാണുക എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വലിയൊരാഗ്രഹമാണ്. നമ്മുടെ കൊച്ചുനാൾ മുതൽ നമ്മൾ കേട്ടതാണ് മക്ക എന്ന നാമം. ഉമ്മയുടെ മടിത്തട്ടിൽ ഇരിക്കുന്ന കാലം തൊട്ടേ നമ്മൾ കേട്ടതാണ് മദീന എന്ന നാമം. ഇസ്ലാമിന്റെ സാംസ്കാരിക നഗരികളായ ആ രണ്ട് നാടുകളും സന്ദർശിക്കേണ്ടത് ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട ആരാധനയായി പരിഗണിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ്, ഉംറ എന്ന രണ്ട് പ്രധാനപ്പെട്ട ആരാധനകൾ അവിടെ ചെന്ന് നിർവഹിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. നിസ്കാരം നമുക്ക് ഇവിടെ നിന്ന് നിർവഹിക്കാം, നോമ്പ് ഇവിടെ നിന്ന് ചെയ്യാം. പക്ഷേ ഹജ്ജ്, ഉംറ എന്നത് ഈ രണ്ട് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെത്താൻ കൊതിക്കാത്ത ഒരു മുസ്ലിമായ മനുഷ്യനും ഉണ്ടാവുകയില്ല. സമ്പത്തുള്ളവന് പല പ്രാവശ്യം പോകാൻ സാധിച്ചേക്കാം. സമ്പത്തില്ലാത്തവർക്ക് അവരുടെ സമ്പത്തില്ലെങ്കിലും അവരുടെ മനസ്സിലെ ആഗ്രഹം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് അല്ലാഹു ഭാഗ്യം കൊടുത്തേക്കാം. സമ്പത്തുള്ളവർക്ക് തന്നെ പലപ്പോഴും പോകാൻ കഴിയാതെ പരീക്ഷിച്ചേക്കാം. പല രൂപത്തിലാണ് ആളുകളെ അല്ലാഹു ആവശ്യവുമായി ബന്ധപ്പെട്ട് നിലനിർത്തിയിട്ടുള്ളത്. നമ്മൾ ഏതായാലും അല്ലാഹു അവസരം നൽകിയ ഒരു വിഭാഗമായി അല്ലാഹു പരിഗണിച്ചു എന്നതിന് നമ്മൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലാഹു അത് പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതും അത് തന്നെയാണ്. കുറേ ക്യാഷ് എൻ്റെ കയ്യിൽ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നതല്ല. അല്ലാഹു എനിക്കൊരു വലിയ അവസരം, ഒരു തൗഫീഖ് തന്നു, അതുകൊണ്ടാണ് എനിക്ക് പോകാൻ സാധിക്കുന്നത് എന്നൊരു വിനയത്തിന്റെ, ലാളിത്യത്തിന്റെ ഒരു മനസ്സ് ഉള്ളവരാണ് നമ്മളെങ്കിൽ തീർച്ചയായും അവിടെ. അതങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ യാത്രയിൽ ഒരു ഉസ്താദ് ഒരു സംഭവം എന്നോട് പറഞ്ഞു. രണ്ട് ഉമ്മമാരെ വെച്ചിട്ട് ഒരു ഉമ്മ ഉമ്രക്ക് വരാൻ വേണ്ടി അവരുടെ അടുത്ത് പാസ്പോർട്ട് കൊടുത്തു. അവരാണെങ്കിൽ ഇത് ഇളയച്ചിയാണ്, അവർക്ക് അത്ര എന്തില്ല, പൈസ ഒന്നുമില്ല, ഇവരോട് ചോദിച്ചിട്ടില്ല. ഓൾ അവിടെ എത്തുന്നതിന്റെ മുമ്പ് ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുന്നേ പോകുന്ന ഒരു ഗ്രൂപ്പില് ഈ മൂത്തച്ചായ താത്തയിൽ എന്ത് ചെയ്ത് പാസ്പോർട്ട് കൊടുത്തു. അങ്ങനെ അവർ നേരത്തെ കയറി ഇവിടുന്ന് പോവുക ചെയ്തു.
ജിദ്ദ എയർപോർട്ടിൽ, അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജിദ്ദയിൽ ഇറങ്ങി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളാ പോയി പരിചയമുള്ള ആളുകൾക്ക് അറിയാം, നമ്മളാ പിന്നെ ലഗേജ് കൂടായി ഇന്ത്യ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പ് അവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് അവർ ശ്രദ്ധിക്കാതെ മറിഞ്ഞു വീണ് കാലിൻ്റെ തുടയിൽ പൊട്ടി നേരെ അവരെ ഹോസ്പിറ്റലിലാക്കി. ആ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെ തന്നെ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരികയും ചെയ്തു. കാബ കാണാൻ അവർക്ക് അവസരമുണ്ടായില്ല. ജിദ്ദയിൽ നിന്ന് വെറും 70 കിലോമീറ്ററാണ് കാബത്തിന്റെ പരിസരത്തേക്ക്. ഇവിടുന്ന് 4000 ചില്ലാനും കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ പോയി ഇറങ്ങിയിട്ട് പോലും കാബ കാണാതെ ഉംറ ചെയ്യാതെ അവരിങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നു എന്ന ആ സംഭവത്തിന്റെ പിന്നിലെ വിഷയം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓളെ മുന്നേ എനിക്ക് അവിടെ എത്തണം, ഓളിനേക്കാൾ പൈസ കുറഞ്ഞ ആള്, ഇതൊന്നും ഉംറയിൽ പാടില്ല. ഈ ചിന്തയാണ് നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം. അത്തരം ഒരു ചിന്തയും ആദ്യമായി ഞാൻ പറയാം, ആ രൂപത്തിലുള്ള ഒരു ചിന്തകളും അല്ല, വിനയത്തിന്റെ ലാളിത്യത്തിന്റെ ഒരു ചിന്തയാണ്. അള്ളാഹുവിന്റെ അവൻ ചെയ്ത നിഅമത്തിന് ശുക്ർ ചെയ്യുന്ന ഒരു നന്ദിയുള്ള മനസ്സാണ് ഉംറക്ക് പോകുന്ന നമുക്ക് ആദ്യം വേണ്ടത്. അള്ളാഹു അങ്ങനെ നമ്മളെ പാകപ്പെടുത്തി തരുമാറാവട്ടെ. വലുപ്പത്തരങ്ങളില്ല, കിബറില്ല, അഹങ്കാരമില്ല, ഞാൻ പോവുകയാണ് എന്നുള്ള ഡിമാൻഡ് നമ്മൾ കാണിക്കുന്നൊന്നുമില്ലാത്ത പാവങ്ങൾ, അള്ളാഹുവിന്റെ പാവങ്ങളായ അടിമകൾ. അവിടെ ആർക്കും വ്യത്യാസമില്ല, മുതലാളിക്കോ തൊഴിലാളിക്കോ പണിക്കാരനോ പണക്കാരനോ ഉസ്താദിനോ രാജാവിനോ പ്രജകൾക്കോ ആർക്കും വ്യത്യാസമല്ല. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. ആ രൂപത്തിലുള്ള ഒരു യാത്രയാണ് എന്ന വിനയത്തിന്റെ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ വരട്ടെ എന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഞാൻ ഉംറയുടെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് പറയാം. പിന്നെ ഉംറയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയാം. ഉംറയ്ക്ക് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2-3 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത്. നന്നായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്, ഉംറയ്ക്ക് പോകുന്നതിന്റെ മുമ്പ് പോയ ആളുകൾ ഉണ്ടാവും. ഒരു കാരണവശാലും മുമ്പ് പോയ ആളുകൾ ഇതിൽ കുറെ ഉണ്ട്, ഞങ്ങളൊക്കെ മുമ്പ് പോയ ആളുകൾ തന്നെയാണ്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ നന്നായിട്ട് പോയി പരിചയമുള്ള ആളാണ്, മുമ്പ് പോയ ആളാണ്, എനിക്കൊരു വിഷയമല്ല എന്ന് നമ്മളെ മനസ്സിൽ തോന്നാൻ പാടില്ല. ആ തോന്നിയ ആളുകൾ അള്ളാഹു പരീക്ഷിച്ചു. അത് പറയാൻ പാടില്ല. നമ്മൾ എത്ര പരിചയമുള്ള, നമ്മൾ ഇന്നലെ കണ്ട ഹറമല്ല ഇന്ന്. അതാണ് ഉംറയുടെ ഒന്നാമത്തെ സുന്നത്തായി ഇമാമികളൊക്കെ കിതാബിൽ എഴുതിയ വിഷയം. എന്താ അറിയോ? 10 കാര്യമാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. ഉംറയുടെ മുമ്പ് ശ്രദ്ധിക്കേണ്ട 10 കാര്യത്തിലൊന്ന് ഇമാമികളൊക്കെ കിതാബിൽ എഴുതിയ കാണാം. അൽ മുഷാവറ, ഫസ്റ്റ് സുന്നത്ത്. എന്താ മുഷാവറ പറഞ്ഞാല്? കൂടിയാലോചന നടത്തുക. ഒരു സുന്നത്താണ് ഉംറ, നമ്മൾ ചെയ്യേണ്ടതായി പറയണം. ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, മുഷാവറ. അതിനായി മുഷാവറ നടത്തുന്നത്, നമ്മൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നു, പരിചയമില്ലാത്ത ഒരു അമല് ചെയ്യുന്നു. അപ്പോ പരിചയമുള്ള ആളുകളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ജിദ്ദയിൽ നിന്നതുകൊണ്ട് മക്കത്തെ വിഷയം പരിചയം ഉണ്ടാവില്ല, ഒന്ന്. ഇനി മറ്റൊന്ന്, പോയ ആളാണ് എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ തന്നെയും കഴിഞ്ഞ കൊല്ലം പോയ നമ്മൾ കണ്ട ഹറമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പോഴുള്ള നിയമമല്ല ഈ വർഷം പോകുമ്പോ. ഇപ്പൊ ഈ ഹജ്ജ് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ബാച്ചിൽ പോയപ്പോ, ഹജ്ജിന്റെ തൊട്ടുമുമ്പ് നമ്മൾ പോയി, അപ്പൊ പ്രശ്നമല്ല. ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ബാച്ചിൽ ചെന്ന് നോക്കുമ്പോ വേറെ നിയമം വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബിൽഡിങ്ങിൽ അവിടുത്തെ നമ്മളെ മലയാളികളായ അവിടുത്തെ ഏജന്റുമാര് റൂമുകൾ എടുത്തു തരുന്ന അതേ സ്ഥലത്ത് വിസ അടിക്കണമെങ്കിൽ എന്ത് വേണം? ഹോട്ടൽ കാണിച്ചു കൊടുക്കണം. ഹോട്ടല് ഏതായിരിക്കണം? നുസുക്ക് എന്ന് പറയുന്ന അവരുടെ ആപ്പിൽ കയറിയ ഹജ്ജിന്റെ ഉംറയുടെയും കൈകാര്യം ചെയ്യുന്ന ആപ്പാണ് നുസുക്ക്. ആ നുസുക്ക് ആപ്പിൽ ഹോട്ടൽ രജിസ്റ്റർ ചെയ്തത് ഏതാണോ ആ ഹോട്ടലിൽ മാത്രമേ താമസിക്കാവൂ. അതല്ലാത്ത ഹോട്ടലിലെങ്ങാനും കൊണ്ടുപോയി താമസിപ്പിച്ചാൽ ഫൈൻ ഇടുകയാണ്. ഇതിപ്പോ കഴിഞ്ഞ മാസം ഞങ്ങൾ പോയപ്പോഴുള്ള നിയമമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ സാധാരണ കുറച്ചൊക്കെ അടുത്ത് കിട്ടുന്നത് കുറച്ച് അപ്പുറത്തേക്ക്, അടുത്തുള്ള റൂമുകളൊക്കെ മൊബൈലൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ചെറിയ ബിൽഡിങ്ങുകളിലൊന്നും താമസിപ്പിക്കാൻ പാടില്ല എന്ന നിലക്ക് വലിയ അപ്പുറത്തുള്ള വലിയ ഹോട്ടലുകളിലാണ് താമസിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നിയമം. മാറിയിട്ടുണ്ടോ എന്ന് ഇപ്പൊ അറിയില്ല. മാറിയോ? മാറിയിട്ടില്ല. അതേ നിയമമാണ്. അപ്പോ ഇങ്ങനെ ദിവസവും നിയമം മാറുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അവർക്ക് അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ കഴിയൂല. കാരണം വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവിധ ആളുകൾക്ക് സേഫ്റ്റി അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് അവര് പറ്റാവുന്ന നിയമങ്ങളൊക്കെ
ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ചോദിക്കാതെ ചർച്ച ചെയ്യാതെ ഉംറക്ക് ഒരുങ്ങരുത് എന്ന് ഇമാമിയങ്ങൾ പറയുന്നത്, പോയി പരിചയമുള്ള ആളുകളോട് മുഷാവറ നടത്തിയാൽ അവിടുത്തെ അവസ്ഥകൾ അറിയാം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം, നമ്മുടെ കാര്യങ്ങൾ, റൂട്ടുകൾ ചേഞ്ച് ചെയ്യാനാണ്. അപ്പൊ ഒന്നാമത്തെ സുന്നത്ത് മുഷാവറയാണ്. ഈ മുഷാവറ പറഞ്ഞെടുത്ത് മഹാന്മാർ പറഞ്ഞു, ഈ ചോദിക്കുമ്പോഴും ദുരുദ്ദേശമുള്ള ആളുകൾ ഉണ്ടാവാം, മുടക്കികൾ ഉണ്ടാവാം, നമ്മളെ വഴിതിരിച്ച് തെറ്റിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ പോകരുത് എന്നാണ്. നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നാട്ടിലുണ്ടാവും, അയലോകത്തൊക്കെ ഉണ്ടാവും. അതായത് നമ്മളെ പച്ച മലയാളത്തിൽ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഈ കാക്ക തിന്നത് കോഴിക്ക് കണ്ടുകൂടാന്നൊരു ചിന്തുണ്ട് അല്ലെ എന്ന പോലെ നമ്മൾ ഈ പോണത് തന്നെ ഓർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇങ്ങനെ കൊല്ലം പോവുക, ഇവിടുന്ന് വിളിക്കുന്നതിനുള്ള പൈസ, ഇങ്ങനെ ചിന്തിക്കുന്ന ആള് നമ്മുടെ കുടുംബത്തിലുണ്ടാവും, അയലോകത്തും ഉണ്ടാവും. അപ്പൊ അവരുടെ പരിപാടി മുടക്കാൻ പറ്റുമെന്നുള്ള കാര്യം, അങ്ങനത്തെ ആളുകളോട് പിന്നെ മുഷാവറ നടത്തരുത് എന്നാണ് ഇമാമികൾ പറഞ്ഞത്. പടച്ചോനെ പേടിയുള്ള നല്ല ചിന്തയുള്ള നല്ല ആൾക്കാരോടാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയവരോട്, പരിചയമുള്ള ഉസ്താദുമാരോട്, നല്ല മനസ്സുള്ളവരോടൊക്കെ ചർച്ച ചെയ്യുക, അത് നല്ല കാര്യമാണ്. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുറെ പ്രശ്നങ്ങൾ കുറയും, നമുക്ക് കുറെ അനുഭവങ്ങൾ കിട്ടും. മുമ്പ് പോയ ആളുകളോട് അവർ കുറെ അനുഭവങ്ങളുണ്ട്, അത് വെച്ച് അവര് വഴിതെറ്റിയതും അവരങ്ങനെ ആയതും ഇങ്ങനെ ആയതും അപ്പൊ എനിക്ക് അങ്ങനെ വരാതിരിക്കാൻ എന്നതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു മുൻകരുതലിന് വേണ്ടിയാണ് ഒന്ന്. രണ്ടാമത്, നമുക്ക് ഒരുപാട് അറിവുകൾ അതല്ലാത്ത ആത്മീയമായിട്ട് നമുക്ക് ക്ലാസ് ചെയ്യേണ്ട ഇബാദത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനും മനസ്സിലാക്കാനും. അങ്ങനെ നമ്മൾ മുഷാവറ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് വിജയമാണ്. മുഷാവറ നടത്തുന്ന ഒരാളും പരാജയപ്പെടുത്തുകയില്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നത് അതുകൊണ്ടാണ്, നമ്മൾ പരാജയപ്പെടില്ല. അപ്പൊ പരിചയമുള്ള ആളുകളോട് ഇതിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുക, മുഷാവറ നടത്തുക, അതൊരു സുന്നത്താണ്. രണ്ടാമത്തെ സുന്നത്ത്, ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കണം. ആ നിസ്കാരത്തിന്റെ പേര് ഇസ്തിഖാറത്ത് എന്നാണ്. ഇതിലൊക്കെ മറന്നിട്ടുണ്ടാവും നമ്മളൊക്കെ. സെൽവിയൊക്കെ എപ്പോഴും ഇടക്കിടക്ക് പോണ ആളല്ല, ഇനി പല പ്രാവശ്യം പോകാൻ തോപ്പിട്ടേട്ടെ വാങ്ങിയിലുള്ള നമ്മുടെ സെൽവിയൊക്കെ മറിയമ്മത്താത്തിയിട്ടില്ലേ, കുട്ടികളും ഉണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ മുമ്പ് ഒന്നിച്ചു പോയ ആളുകളാണ്. അപ്പോ മുമ്പ് പോയവർക്കെല്ലാം പരിചയം ഉണ്ടാവും, എന്നാലും ഞാൻ അവരെ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വീണ്ടും പറയണം. ഇസ്തിഖാറത്ത് നിസ്കാരം നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് നിസ്കരിക്കണം. എന്താണ് ഇസ്തിഖാറത്ത് നിസ്കാരം? ഖൈറിനെ തേടുന്ന നിസ്കാരം എന്ന് മലയാളത്തിൽ അർത്ഥം വെക്കാം. കേൾക്കുന്നില്ലേ വേഗീത് അല്ലേ? ഇസ്തിഖാറത്ത് പറഞ്ഞാൽ ഖൈറിനെ തേടുന്ന നിസ്കാരമാണ്. ഖൈറിനെ തേടുക പറഞ്ഞാൽ നമ്മൾ മുമ്പ് പോയത് ഖൈറല്ലേ? ആണോ അല്ലേ? നമ്മൾ പോയത് ഖൈറന്നല്ലേ? പിന്നെ കഴിഞ്ഞ ഖൈറന്നെയാണല്ലോ. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഖൈറായ കാര്യം ചെയ്യുമ്പോഴും അതിൽ ചില ബർക്കത്തുകളുണ്ട്. നമ്മള് പിന്നെ ചെയ്യാൻ പോണത് ഖൈറാണെങ്കിലും അതിന്റെ പൂർത്തീകരണം നല്ല നിൽക്കാകാൻ, അതിൽ കംപ്ലൈന്റ് വരാതിരിക്കാനാണ് ഖൈറിനെ തേടുന്നത്. പ്രാർത്ഥനയും ഉണ്ട്, നിസ്കാരമുണ്ട്. നമ്മുടെ പുസ്തകം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് തരും. അതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടിയാണ്, ഇസ്തിഖാറത്തിന്റെ നിസ്കാരം. ഏതാണ്? നിയ്യത്ത് വെച്ച് നിസ്കരിച്ചാൽ നമുക്ക് ആ കൂലി കിട്ടി, ആ സുന്നത്ത് കിട്ടി. ആ പുസ്തകത്തിലുണ്ട്, ഇൻഷാ അല്ലാഹ് തരും, എല്ലാവർക്കും തരും. ചെറുതുണ്ട്, അതിലൊക്കെ പറയുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിൽ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക ബിഇൽമിക, പടച്ചവനെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ വിളിച്ചിട്ട് നമ്മള് അതിന്റെ അർത്ഥം ഇങ്ങനെ ചിന്തിക്കണം. ഞാൻ പിന്നെ ഉംറക്ക് ഈ മാസം ഈ സമയത്ത് ഞാൻ പോകാൻ ഒരുങ്ങണം. അതുകൊണ്ട് എന്റെ എല്ലാ കാര്യത്തിലും എന്റെ കാവലുണ്ടാകണം, എന്റെ കാര്യങ്ങൾ എനിക്ക് എളുപ്പാക്കി തരണം, ഒക്കെ ബർക്കത്താക്കി തരണം, ഒക്കെ എളുപ്പാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കുന്ന ദ്വഴയിന്റെ ശേഷം ഇനി അതൊന്നും വേണ്ടാന്ന് വിചാരിക്കാം. മലയാളത്തിൽ അറബി നമുക്ക് അറിയില്ല, വായിച്ചാൻ അറിയില്ല എന്ന് തന്നെയാണ് വിചാരിക്കുക. എന്നാലും നിങ്ങൾ മലയാളത്തിൽ ദ്വാരക്കുക, അല്ലാഹ് ഞാൻ ഇന്ന സമയത്ത് ഉംറക്ക് പോകാൻ വേണ്ടി വരുന്നതാണ്, എന്റെ കാര്യങ്ങൾ എളുപ്പാക്കി തരണം. നമുക്ക് മലയാളത്തിൽ പറയാൻ അറിയാലോ. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ദ്വാരക്കുക, ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇസ്തിഖാറത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാൻ ദുആ ചെയ്യുക, ഇതാണ് 2. ഞാൻ അവസാനം ചോദിക്കുമ്പോ നിങ്ങൾക്ക് 10 എണ്ണാണ് പറയാനുള്ളത്. 10 ഓർമ്മ കേട്ടോ. നമ്മൾ തമ്മിൽ യോഗ്യം തെറ്റരുത്, നമ്മൾ യോഗ്യത്തിൽ പോകണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. മൂന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന ആരാധനയെ കുറിച്ചും കാണാൻ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധം വേണം, ഒരു ചെറിയ അറിവ് വേണം.
ഇൽമു പഠിക്കൽ എല്ലാ ആണിനും പെണ്ണിനും നിർബന്ധം. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ആണിനും പെണ്ണിനും നിർബന്ധമുള്ള കാര്യം. ഇതിനർത്ഥം ലോകത്തുള്ള എല്ലാ മസലകളും എല്ലാ നിയമങ്ങളും എല്ലാവർക്കും പാടെ പഠിച്ചാൽ കഴിയോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യാ? ഒരു മനുഷ്യൻ എന്താണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹലാൽ, അപ്പൊ അതിന് വേണ്ടതാണ് പഠിക്കേണ്ടത്. കച്ചവടം ചെയ്യുന്ന ആള് കച്ചവടത്തിന്റെ മസല അറിഞ്ഞിരിക്കണം. പെണ്ണെട്ടാൻ പോകുന്ന ആള് നിക്കാഹിന്റെ മസലയാണ് പഠിക്കേണ്ടത്. ഉംറക്ക് പോകുന്ന ആള് അതിന്റെ മസലയാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏതാ പഠിക്കേണ്ടത്? ഇപ്പൊ ഉംറക്ക് പോകുന്നത് കൊണ്ട് ഉംറയുടെ മസല, ഇപ്പൊ കച്ചവടത്തിന്റെ മസലയും പെണ്ണെട്ടാളെ മസലയും പഠിച്ചുകൊണ്ട് ടൈം കളയാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഇതിന്റെ നിയമങ്ങളാണ്. നമുക്ക് പഠിക്കല് ഫർളാണ്. ഫർളാണ് പറഞ്ഞാല് നിർബന്ധമുള്ള കാര്യമാണ്. നമുക്കൊക്കെ നിർബന്ധമാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ പഠന ക്ലാസ് ഇവിടെ ഉള്ളൂ. ബാക്കി ഇന്നത്തെ കാലത്ത് നമുക്ക് പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. വിവിധ പുസ്തകങ്ങൾ ലഭിക്കും. ഉസ്താദുമാരുടെ ക്ലാസ്സുകളുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റു പല രൂപത്തിലും പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് നമ്മൾ അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ഇന്നൊരു ചെറിയ രൂപത്തിൽ ഉംറയെ കുറിച്ചൊന്ന് പറയാം. ഉംറയിൽ 4 കാര്യങ്ങളാണ് നിർബന്ധമായിട്ടുള്ളത്. എത്രണ്ണം? 1 ഇഹ്റാമാണ്. ഇഹ്റാം നമ്മൾ ചെയ്യേണ്ടത് മീഖാത്തിൽ നിന്നാണ്. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാൻ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ചെറുപ്പത്തിൽ ഹജ്ജിനും ഉംറയുടെ കാര്യങ്ങൾ പഠിച്ചപ്പോ ആ മീഖാത്തുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. 86 കിലോമീറ്റർ അകലെ ഒരു മീഖാത്തുണ്ട്. ആ മീഖാത്തിന്റെ പേരാണ് ഖർനുൽ മനാസിൽ. 430 മീറ്റർ അകലെ ഒരു മീഖാത്തുണ്ട്. കഅബയിൽ നിന്നാണ് പറയുന്നത്. അതിന്റെ പേരാണ് ദുൽഹുലൈഫ. 180 കിലോമീറ്ററോളം അകലെ ഒരു മീഖാത്തുണ്ട്. ആ മീഖാത്തിന്റെ പേരാണ് ജുഹ്ഫ. 100 കിലോമീറ്റർ അകലെ ഒരു മീഖാത്തുണ്ട്. ആ മീഖാത്തിന്റെ പേരാണ് യലംലം. കേട്ടിട്ടുണ്ടോ? അതൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ മീഖാത്തുകൾ എന്നാണ് ഇഹ്റാം ചെയ്യണത്. നമ്മളെവിടുന്ന ചെയ്യാന്നുള്ളതാണ്. നമ്മളെവിടുന്ന ഇഹ്റാം ചെയ്യാ? നമ്മള് ചില ആളുകൾ കോഴിക്കോട് നിന്നല്ലേ ഇഹ്റാം ചെയ്യാം. കോഴിക്കോട് ഒരു മീഖാത്ത് പതിയില്ലല്ലോ. നമ്മള് പറഞ്ഞിരുന്നു പോയി കോഴിക്കോടില്ല. അപ്പൊ എന്താ ചെയ്യാ? അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിന് കാരണം നമ്മുടെ മീഖാത്ത് ഖർനുൽ മനാസിലാണ്. ചില ഉസ്താദുമാരൊക്കെ ക്ലാസ് എടുക്കുമ്പോ നമ്മളെ മീഖാത്ത് യലംലമാണ് ഇപ്പോഴും പറയുന്ന ആൾക്കാർ. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കണല്ലോ. യൂട്യൂബിലൊക്കെ ഉണ്ട്. യൂട്യൂബിന്റെ ഇടക്ക് പറയാം, യൂട്യൂബിൽ കേൾക്കണം ഒക്കെ ശരിയല്ല, കുറെ തെറ്റുള്ളുണ്ട്. അതെന്താ വെച്ചാല് ആദ്യം ഗുണമൂല്യന്മാരൊക്കെ ഒരു മനസ്സിലാക്കിയത് അങ്ങനെ പറയാണ്. പിന്നെ കുറെ അടുത്ത ഉമ്രാമ്പളെ ഒരു തിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒക്കെ യൂട്യൂബിൽ ചാനലിൽ ഇപ്പൊ ഒക്കെ ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ പലതും പറയും. ഒക്കെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ ഈ ഓൺലൈൻ മുഫ്തിമാര് വർദ്ധിച്ച കാലാണ്. നല്ല കിതാബോധി ദിവസം നടത്തി മൂലൊക്കെ കൂടുന്ന ഉസ്താദുമാര് എല്ലാ വിവരമുള്ളവരുണ്ടാവും. ഓലെന്താവില്ല, ഓല് ഇങ്ങനത്തെ സംഗതികളോട്ട് തിരിയില്ല. പിന്നെ കുറച്ച് പഠിച്ചിട്ട് ഉള്ള ആളുകൾ ഉണ്ടാവും. ഓല് ഭയങ്കരമായിട്ട് അടിച്ച് കസർത്തി തോന്നിയ നിയമങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മള് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ അങ്ങനെയല്ല. നമ്മള് എയർ റൂട്ട് നമ്മളിപ്പോ പോകുന്നത് നമ്മൾ കപ്പലിലല്ലല്ലോ. കപ്പലിൽ പോയിരുന്ന കാലത്താണ് ആ സൈഡിലൂടെ പോകുന്നത്. നമ്മളിപ്പോ പോകുന്നത് എയർ റൂട്ട് അനുസരിച്ച്. പിന്നെ നമ്മള് റിയാദ്, പിന്നെ ത്വായിഫ് ഏരിയ ആ ഭാഗത്ത് കൂടെയാണ് നമ്മളാണ് ചെല്ലുന്നത്. അപ്പൊ നമ്മളെ മീഖാത്ത് ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു 78 കിലോമീറ്റർ കഅബയിൽ നിന്ന് അകലെ നിൽക്കുന്ന ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന മീഖാത്ത് ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അപ്പൊ അവിടെ വിമാനം ഇറക്കാൻ പറ്റുമോ? ഇല്ല. അവിടുന്ന് ഇഹ്റാം ചെയ്യാൻ കഴിയോ? ഇല്ല. അവിടുന്ന് ചെയ്താൽ മതി. അവിടുന്നാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ യാത്രാ സൗകര്യം വിമാനത്തിലായതുകൊണ്ട് അവിടെ ഇറങ്ങാൻ കഴിയില്ല. അവിടുന്ന് ചെയ്താൽ മതി. അതിന്റെ തൊട്ട് മുമ്പ് എവിടുന്നും ചെയ്യാം. അതിന്റെ തൊട്ട് മുമ്പ് എവിടെന്നും ചെയ്യാം എന്നതിലാണ് എന്ത് കിടക്കുന്നത്? കോഴിക്കോട് കിടക്കുന്നത്. അല്ലാതെ അത് മീഖാത്തായതുകൊണ്ടല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഉള്ളാൻ കയറുന്നത്. അപ്പൊ അവിടുന്ന് ഇഹ്റാം ചെയ്യാൻ അതിന്റെ സമയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ കഅബയുടെ മുൻഭാഗം ഇപ്പൊ ഏതാണ് കാണുന്നുണ്ടോ? ഉണ്ടോ? ഏതാണ് മുൻഭാഗം? ഇതാണ് വാതിലുള്ള ഭാഗം. ഇതാണ് മുൻഭാഗം. മനസ്സിലായില്ലേ? ഇതാണ് കഅബയുടെ ഈ വാതിലുള്ള ഭാഗത്താണ് മുൻഭാഗം. ചതുരത്തിലുള്ളതിന്റെ മുൻഭാഗം. നമ്മൾ നിൽക്കുന്നത് എവിടെയാന്ന് അറിയുന്നത്? കാണില്ലേ? ഇതാണ് കഅബയുടെ വാതിൽ. കാണില്ലേ? നമ്മൾ നിൽക്കുന്നത് എവിടെയാന്ന് അറിയാം? നമ്മൾ പടിഞ്ഞാറേ. നമ്മുടെ ഈ ഭാഗം പടിഞ്ഞാറതല്ലേ? അപ്പോ ഇങ്ങനെ നമുക്ക് പിടിക്കാം. നമ്മൾ ഇവിടുന്ന് ശരിക്ക് തിരിയുന്നത് ഇവിടേക്കാണ്.
കഅബത്തിന്റെ വാതിൽ. കേരളത്തിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് കറക്റ്റ് അവരുടെ ഖിബല വരുന്നത് ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്ത് കഅബയുടെ വാതിൽ നിൽക്കുന്ന ഭാഗത്ത്. നമ്മളൊരാൾ ഒരു നൂല് പിടിച്ചു വിചാരിക്കുക, നേരെ ആ നൂല് 4000 കിലോമീറ്റർ അപ്പുറത്തേക്ക് പിടിച്ചാൽ അത് എത്തുക ഇവിടെ എന്ന് പറഞ്ഞാൽ കഅബ നിൽക്കുന്നത് ആ ഭാഗത്താണ്. ആ ഭാഗത്ത് കഅബയുടെ മുൻഭാഗം നിൽക്കുന്ന ഈ ഏരിയക്കാണ്. അപ്പൊ ഈ ബാക്ക് ഭാഗത്തുള്ള നാടുകളുണ്ട്, ഈ ഭാഗത്തുള്ള നാടുകളുണ്ട്, ഈ ഭാഗത്തുള്ള നാടുകളുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഈ ഏരിയയിലാണ്. മനസ്സിലായല്ലോ? അപ്പോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് 4000 ചില്ലാനം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എവിടെ എത്തുന്നു? കഅബയുടെ പരിസരത്തേക്ക് എത്തുന്നു. എത്തുന്നതിന്റെ മുമ്പ് നമ്മുടെ മീഖാത്ത് കർണുൽ മനാസിലിന്റെ ഭാഗത്ത് കൂടെ ആയതുകൊണ്ട് അവിടെ എത്തുന്നതിന്റെ ഏത് സ്ഥലത്തു നിന്നും മുമ്പ് നമുക്ക് ഇഹ്റാം ചെയ്യാം. അപ്പൊ ആ സമയത്ത് നമ്മൾ വിളിച്ചു നിർത്താൻ കഴിയൂല. ഒരാൾ ഇവിടെ, ഒരാൾ അവിടെ, ഒരാൾ ഇവിടെ. 300 ചില്ലാനം ആളുള്ള വിമാനത്തില് പലരും പലോടത്തായിരിക്കും. അപ്പൊ നിയമം അറിയില്ല, മസാല അറിയില്ല, ഇഹ്റാം ചെയ്യാൻ അറിയില്ല. ഇഹ്റാം ചെയ്യാതെ എങ്ങാനും ഈ സ്ഥലം വിട്ടുകടന്നു പോയാൽ അവർക്ക് വേറെ നിയമമാണ്, അവർക്ക് ഫൈനും, അവർക്ക് അറിവ് നടത്താനും പല നിയമങ്ങളും വരും. അപ്പോ സാധാരണ ഉംറക്ക് പോകുമ്പോ അല്ലെങ്കിൽ തന്നെ തട്ടിയൊപ്പിച്ച് പോകാൻ കാലം പിരിഞ്ഞപാട് പോയി ഒരു അറിവ് കൂടി നടത്തിയിട്ട് പൈസ അറിയണ്ട അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് ഇഹ്റാം എന്നുള്ള ഒന്നാമത്തെ സുന്നത്ത് പഠിഞ്ഞു, ഫർള് പഠിഞ്ഞു. അത് നമുക്ക് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം ഉംറയുടെ ഫർള് വിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യുക എന്നതാണ്. അതില് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം മനസ്സിലാക്കാൻ വേണ്ടി. ഔറത്ത് മറച്ച് കഅബയെ ഇടതു ഭാഗത്താക്കി നമുക്ക് 7 പ്രാവശ്യം ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുക. മനസ്സിലായില്ലേ? അത് നമുക്ക് ഇതിന്റെ ഒരു ഫർളാണ്. അത് ഒഴിവാക്കിയ ഉംറയില്ല. മൂന്നാമത്തെ ഒരു ഫർള് സഫ മർവക്കിടയിൽ നടത്തുന്ന നടത്തം സഈ എന്നാണ് അതിന്റെ പേര്, സഈയാണ്. നാലാമത്തെ ഒരു കാര്യം മുടി മുറിക്കുക എന്നതാണ്. നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നമ്മൾ പറഞ്ഞ എന്തായി? നിസ്കാരം കഴിഞ്ഞില്ലേ എന്ന പോലെ ഉംറ കഴിയണമെങ്കിൽ മുടി മുറിക്കുക. ഇതാണ് ഒരു ഉംറ എന്ന് പറയുന്നത്. ഇത് അല്ലാഹു നമുക്ക് നിർബന്ധാക്കിയ കാര്യമാണ്. ഒരിക്കലും അതിന് ഒഴിവാകാൻ പാടില്ല. പൈസ ഉള്ള ഒരാൾക്ക്, ആരോഗ്യമുള്ള ഒരാൾക്ക് അതിന് ഒഴിവാകാൻ ഒരു നിയമവും ഇസ്ലാമിലില്ല. അല്ലാഹു നിർബന്ധമാക്കിയതാണ്. അതിന് കാരണം അവിടെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരുപാട് മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ അനുസ്മരണമാണ്. സഫയിലൂടെയും മർവയിലൂടെയും നമ്മൾ നടക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ ഒരു കുഞ്ഞു മോന്റെ തൊണ്ട നനക്കാൻ വേണ്ടി അവിടെ ഓടിയിട്ടുണ്ട്. ആരാണത്? ഹാജർ റളിയല്ലാഹു അൻഹ. ആരായിരുന്നു കുഞ്ഞുമോൻ? ഇസ്മായിൽ നബി. അപ്പോ അലൈഹിസ്സലാം അവരുടെ ഓർമ്മക്ക് വേണ്ടി ഓടിയ ഓട്ടത്തെ അനുസ്മരിച്ചിട്ടാണ് അവരുടെ ഓർമ്മക്ക് വേണ്ടി നമ്മളും ഓടുന്നത്. അതാണ് സഈന്റെ. അങ്ങനെ ഓരോ സംഭവങ്ങളും അതിന്റെ പിന്നിൽ. ഈ 4 ഫർളുകളാണ് നമുക്ക് ഉംറക്ക് ഉള്ളത്. അഞ്ചാമതൊരു ഫർള് അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് വ്യത്യാസം പറയുന്നത് ഈ ഓർഡർ അനുസരിച്ച് ചെയ്യുക, തർത്തീബ് അനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ 5 എന്നായി. ഇനി അത് പരിഗണിക്കുന്നില്ലേ 4 ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാര്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഉംറനെ കുറിച്ച് ആദ്യം അറിയണം, ഫർള് അറിയാം. സുന്നത്തുകൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ 2ാം ഭാഗത്തിൽ ഞാൻ അതൊക്കെ പറഞ്ഞുതരാം സമയം കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് അറിയണം. വളരെ കുറച്ച് സൗണ്ട് കൂട്ടിക്ക് ക്ലിയർ ആണില്ല. സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ 3ാമത്തെ കാര്യമാണ്. ഒന്നെന്തായിരുന്നു? ഉംറക്ക് പോകുമ്പോ ഇതൊന്നും പറ്റൂല. അതൊക്കെ ക്ലിയർ ആയിരിക്കണം. എന്തിനു? 1ാമത്തെ നിയ്യത്ത്. ഞാൻ ഉംറക്ക് പോകുന്നതിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 10 എണ്ണം പറയാൻ തുടങ്ങിയത്. 1 മുശാവറ, 2 ഇസ്തിഖാറത്ത്, 3 റെഡി ആയിപ്പോ. ചെയ്യാൻ പോകുന്ന ആരാധനകളെ കുറിച്ച് അറിയണം. അതിനാ പറഞ്ഞത് ആ ആരാധനയിൽ, ഉംറ എന്ന ആരാധനയിൽ 4 ഫർളുണ്ട്. അത് മനസ്സിലാക്കണം ചെറിയ രൂപത്തിൽ.
ഇനി നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന ഒരുപാട് സ്ഥലമുണ്ട്. മക്കത്ത് നമുക്ക് ഒരു 50-ലധികം സ്ഥലങ്ങൾ കാണാനുണ്ട്. മദീനത്തും ഒരു 10-20-ലധികം പ്രധാന കേന്ദ്രങ്ങൾ കാണാൻ, ചെറുതുകൾ വേറെ കാണാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പറയാൻ, നമുക്ക് ഒരുപാട് വിശദമായിട്ട് അതിന്റെ ചരിത്രം പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിന് ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ വിശദമായിട്ട് പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് ഒരു ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് നമ്മൾ പുറപ്പെടുന്ന ആ ഉംറ പൂർത്തിയാക്കുന്നു. ഒന്ന്. രണ്ടാമത് നമ്മൾ ഒരു ഉംറക്ക് പോകും, അത് തനഈം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അഥവാ ആയിഷ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. മലയാളികൾ ആയിഷ പള്ളി എന്ന് വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. തനഈം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. രണ്ട് മലകൾക്കിടയിലാണ്. നഈം നഈം എന്ന് പറയുന്ന രണ്ട് മലകൾക്കിടയിലാണ്. അതുകൊണ്ടാണ് തനഈം എന്ന പേര് വന്നത്. ആ സ്ഥലത്ത് ആയിഷ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് ആയിഷ പള്ളി എന്നൊരു പള്ളി അവിടെയുള്ളത്. 11,000 ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന മനോഹരമായ പള്ളിയും ചുറ്റുഭാഗങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ കുട്ടികൾക്ക് നല്ല പാർക്കുകളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമായി സംവിധാനിച്ച തനഈമിൽ പോകുന്നു. അതിനവിടെ പോട് നമ്മൾ ഇന്നലെ മുടി മുറിച്ചില്ലേ? ഇന്ന് വേറെ ദിവസമായി, രണ്ടാമത്തെ ദിവസം മുടി മുറിച്ചല്ലോ. മുടി മുറിച്ചു കഴിഞ്ഞതോടെ ഉംറ കഴിഞ്ഞു. ഇനിയൊരു ഉംറയും കൂടി ചെയ്യണ്ടേ? അതിനെന്ത് ചെയ്യണം എന്നാണ്? ഹറമിന്റെ പുറത്തു പോകണം. ഈ മീഖാത്തിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂല. അപ്പൊ പിന്നെ അവിടെയുള്ള മക്കത്തുള്ള ആളുകളുടെ നിയമം ഹറമിന്റെ പുറത്തേക്ക് വരണം എന്നാണ്. ഹറമിന്റെ പുറത്തേക്ക് നമ്മൾ വരണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്ഥലം തനഈമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അവിടെ വന്ന് ഇഹ്റാം ചെയ്ത് നമ്മൾ വീണ്ടും പോകുന്നു. പിന്നെന്താ ചെയ്യാ? പറഞ്ഞ പോലെ തന്നെ തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു, മുടി മുറിക്കുന്നു. രണ്ടാമത്തെ ഉംറയും പൂർത്തിയായി. മൂന്നാമത് നമ്മൾ ഒരു ഉംറക്ക് പോവുകയാണ്. ആ ഉംറ ഏതാണ്? അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറക്ക് ഇഹ്റാം ചെയ്ത ഒരു സ്ഥലമുണ്ട്. എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? ജഅറാന എന്നാണ്. ഒരു പെണ്ണിന്റെ പേരാണ് ജഅറാന. അവിടെ നിന്നാണ് നമുക്ക് ഇഹ്റാം ചെയ്യാറുള്ളത് മൂന്നാമത്തെ ഉംറക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും അവിടെയൊക്കെ. ജഅറാന കിണറ്, ജഅറാനയിൽ മുത്തുനബി ഇഹ്റാം ചെയ്ത സ്ഥലം, അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ നമ്മൾ വിവിധങ്ങളായ കാഴ്ചകൾ ഇതൊക്കെ നമ്മൾ കാണും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ 3 ഉംറകൾ നമ്മൾ ഒന്നിച്ച് ചെയ്യുന്ന, എല്ലാം ഒന്നിച്ച് തന്നെ ചെയ്യാം. നമ്മൾ കൊടുത്ത ക്യാഷിന് നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന 3 ഉംറകൾ കേരളത്തിൽ നിന്നല്ല, ഇവിടുന്ന് പോകുന്ന ഏത് രാജ്യത്തും 3 ഉംറകളാണ് എല്ലാ സംഘങ്ങളും ചെയ്യിപ്പിക്കുക. നമുക്ക് 3 മതിയോ? മതിയെന്ന് അറിയണം. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചില്ലേ നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യണം. അവിടെ എന്ത് ചെയ്യരുത്? നമ്മളും തമ്മിൽ തെറ്റരുത്. നമ്മൾ കുറച്ച് പൈസ അധികം പിടിക്കണം. എല്ലാവരും ചോദിക്കും എത്ര സ്ഥലം മാറ്റേണ്ടത്? നിങ്ങളോട് പറയാം, എത്രയാണ് ഒരാൾക്ക് അങ്ങോട്ട് ഉംറക്ക് പോകുമ്പോ അധികം റിയാൽ കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് എത്രയെന്ന് പറയാൻ കഴിയൂല. നിങ്ങൾ എത്ര ഉംറ ചെയ്യുന്നു അതിനനുസരിച്ച് 3 ഉംറ നമ്മൾ ഒന്നിച്ച് ചെയ്യുമല്ലോ. അതാണ് നമ്മുടെ കമ്പനി വക. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര ഉംറ വേണമെങ്കിലും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ ഉംറയിൽ നമ്മുടെ സംഘം 8 ഉംറകൾ ചെയ്തു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അതൊക്കെ കബൂലാക്കി തരട്ടെ. അത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാല് നമ്മളിത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉംറക്ക് ഇഹ്റാമും ചെയ്യാം, ചില സ്ഥലങ്ങളും കാണാം. അങ്ങനത്തോടത്തൊക്കെ നമ്മൾ പോവുക. മനസ്സിലായില്ല? ഉംറക്ക് ഇഹ്റാമും ചെയ്യാം, കാഴ്ചകളും കാണാം. അങ്ങനത്തെ കുറച്ച് സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇത് കമ്പനി കഴിഞ്ഞത് കൊണ്ട് എല്ലാവരോടും പറയും. നേരത്തെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. എല്ലാ സംഘങ്ങളും നമ്മളും കേട്ടോ എല്ലാവരും അങ്ങനെ ചെയ്യുള്ളൂ. കാരണം അവർക്ക് അങ്ങനെ കഴിയുള്ളൂ. ഓരോ സ്ഥലത്ത് മക്കത്തും അതിനകത്തും ചെന്ന ഫുള്ള് കാണാനാണ്. അതിനൊക്കെ കൂടെ എന്താൻ കഴിയൂല, നമ്മളെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയൂല. അപ്പൊ നമ്മൾ ആളുകളോട് ചോദിക്കുന്നു, നമ്മൾ ഇവിടുന്ന് തയ്യാറാകണം, അവിടുന്ന് തയ്യാറാവണം. താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു. സ്വാലി അതൊന്ന് ക്ലിയർ ചെയ്ത എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളെ മൂഡ്, ഞങ്ങളെ താല്പര്യം, ഞങ്ങളെ ഇൻട്രസ്റ്റ് നിങ്ങൾക്കനുസരിച്ചായി. കഴിഞ്ഞ യാത്രയിൽ പോകുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ആരുമില്ല? ആരെങ്കിലും ഉണ്ട്? കഴിഞ്ഞ യാത്രയിൽ പോകുന്ന ലസ്താനോടെ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും എപ്പോഴും ഇങ്ങനെ വിളിക്കരുത് എന്ന് പറയലുണ്ട്. കാരണം വെച്ചാൽ വലിയ ചെലവിൽ കുറെ ആള് കുറവാണ് ഇവിടെ നോക്കുമ്പോൾ. സാധാരണ പഴയ ആളുകളൊക്കെ പാടായിട്ട് 100, 300, 400 ആൾക്കാർ നിർബന്ധിച്ച് ചൂടായിട്ടാണ്. അങ്ങനെ ക്ലാസ്സിന് ഞാൻ വരില്ല എന്ന് വരെ പറയല.
അതങ്ങനെ മനുഷ്യരുള്ളൂ. അവരൊക്കെ വിളിക്കും, എനിക്ക് ചെലവ് കൂടും, അതുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്. അപ്പോ കഴിഞ്ഞ യാത്രയില് ചിലതൊക്കെ നമ്മൾ എല്ലാം മറച്ചു വെച്ച സ്ഥലങ്ങള് നിങ്ങളോട് പറയാം. ഖുറാൻ പ്രസം ഒന്ന് രണ്ടാൾ ചോദിച്ചു, അങ്ങനെയൊക്കെ പ്രസവമൊക്കെ ഉണ്ട്, നമ്മളിപ്പോ എന്താണ് പോവാ നാട്ടിൽ എല്ലാം ഒഴിവായി. അത് ഓരോ ആളുകൾക്ക് അനുസരിച്ചാണ്, പറ്റ കുറക്കും വേണ്ട. ഏതെങ്കിലും അവിടെ കൂടുതൽ കുറഞ്ഞ ഭാഗം ഉണ്ടാവും, ചിലതിപ്പോ തൊട്ടാ വേഗം കൊണ്ട് മറ്റൊരു കുറക്കണ്ട. അപ്പോ ചിലത് നമ്മളങ്ങനെ മറച്ചു വെക്കും. അപ്പൊ പറഞ്ഞതിനർത്ഥം മനസ്സിലായില്ലേ? നിങ്ങൾ ഉൾക്കൊള്ളോ ബാക്കി. അത് വെച്ചാൽ നമുക്ക് എല്ലാ സ്ഥലം പോകാൻ ബുദ്ധി ഉണ്ടാവും. ആളുകൾ താല്പര്യമുള്ള ആളുകളാണ്. ഓരോ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ സ്വഭാവം എന്താണെന്ന് 3 ഘട്ടങ്ങളിലാണ് അറിയാം. ഒന്ന് യാത്രയിൽ. ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഡോക്ടറോട് വൈദ്യരോട് പറഞ്ഞു, എന്താ നമ്മളെ സൈഡിൽ വ്യാഖ്യാനം വെച്ചു, എനിക്ക് യാത്രയിൽ ഇഷ്ടപ്പെട്ട ഒരാളാണ്. കാരണം ഒരു യാത്രയിലാവുമ്പോഴാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം തിരിച്ചറിയുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. യാത്രയിലാണ് തിരിച്ചറിയുക. എന്റെ ഈ ചെറിയൊന്നാവൂല ചിലപ്പോ യാത്രയിൽ എത്തിയാൽ ഞാൻ ക്ഷീണായ ഞാൻ ചിലപ്പോ ആ പൊന്നേത്തേരിന്റെ ഞാൻ പൊന്നേത്തേരനാണ്, എന്റെ സ്വഭാവം അപ്പോഴാ കാര്യങ്ങൾ കാണുക. മൂപ്പര ക്ലാസ്സിലുള്ള ചക്കരൊന്നും ഇവിടെ ഇല്ലട്ടോ. അപ്പൊ യാത്രയിലാണ് ഒരാളുടെ സ്വഭാവം തിരിച്ചറിയുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാമത്തെ ഘട്ടം ഒരാളുടെ സ്വഭാവം തിരിച്ചറിയുന്നത് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോഴാണ്. വലിയ മാന്യന്മാരാക്കാനും വണ്ടിന്റെ പ്രസിഡന്റാക്കാനും ആള് ബാങ്കിന്റെ കൈകാര്യകർത്താവാക്കാൻ പൈസ അവിടേക്ക് എത്തുമ്പോ അവിടുന്ന് ലോൺ എടുത്തിട്ടുമ്പോ ഒരു ശ്രദ്ധയുണ്ടാവില്ല. അപ്പോ അതുപോലെ തന്നെ ഇടപാടുകൾ നടത്തുമ്പോൾ കിട്ടാള് നല്ല ഭാഗം കൊടുക്കാള് കൊടുക്കൂല. അപ്പൊ അവന്റെ സ്വഭാവം തിരിയൽ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പൊ യാത്രയിൽ നമ്മളെല്ലാവരും അടുത്തൊരു സുന്നത്ത് പറയുന്നതിന് വിശദീകരിക്കുക. നല്ല കൂട്ടുകാർ എന്നുള്ളൊരു സുന്നത്തുണ്ട്. നല്ല കൂട്ടുകാർ, അത് ഉമ്രയുടെ സുന്നത്താണ്. നല്ല കൂട്ടുകാർ, നല്ല കൂട്ടുകാരിയാണ്, നല്ല കൂട്ടുകാരുണ്ട്. അല്ല യാത്ര ഭയങ്കര സംഭവമാണ്, അല്ല മറക്കാൻ കഴിയില്ല. നേരത്തെ യൂസുഫ് ഉസ്താദ് പറഞ്ഞില്ലേ, കൂടെ പോകുന്ന ആളുകൾക്കൊന്നും യാത്ര മറക്കാൻ കഴിയില്ല. അതാണ് അൽ ഹയാത്തിന്റെ ഉംറ. അതങ്ങനെ ആവണം, അല്ലാഹു തൗഫീഖ് ചെയ്യണം. അത് ഉസ്താദുമാര് ക്ലിയർ ആയതുകൊണ്ടോ ട്രാവൽസ് ക്ലിയർ ആയതുകൊണ്ടോ ആവില്ല. യാത്രക്കാർ ഒറ്റ മനസ്സുള്ളവരായിരിക്കണം. ഒറ്റ മനസ്സ്. നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റ മനസ്സായിരിക്കണം. നമുക്ക് നടക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മള് ആയിഷ പള്ളിയിൽ കനായിമില് വീണ്ടും ഒരു ഉംറക്ക് പോകണം. അപ്പൊ നമുക്ക് കയ്യിൽ ക്യാഷ് വേണം, 10 രൂപ. കഴിഞ്ഞ യാത്രയിൽ ആരും കഴിഞ്ഞ യാത്രക്കാരില്ലാന്ന് ഉറപ്പുണ്ടോ? എന്നാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും പറയാലോ. അവിടെ ഒരു 10 രൂപയാണ് ആയിഷ പള്ളിയിൽ പോയി വരാൻ ചെലവ്. ഈ ബസ്സിന് കുറച്ചാണ് നടന്നിട്ട് പോകണമെങ്കിൽ 2 രൂപ 2 രൂപ അങ്ങനെയുണ്ട് ഉള്ളത് പറയാം. അപ്പോ ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങൾ അധികം ആഡ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ യാത്ര നീട്ടി രാവിലെ പുറപ്പെട്ട് ഉച്ചക്കാണ് തിരിച്ചെത്തിയത്. അതിൽ മഹരിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ അവരെ മഖ്ബറയിൽ പോയി. നേരിട്ട് അവിടെ ഇറങ്ങി. അവിടെ പോയി പലപ്പോഴും പോകുമ്പോൾ അവിടെ ഇറങ്ങാൻ കഴിയില്ല. മദീനത്ത് പോകുമ്പോൾ അങ്ങനെ പോകാനാണ് പോകും, ഇറങ്ങാൻ കഴിയില്ല. അവിടെ ഇറക്കി സിയാറത്ത് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭയങ്കര മുത്തബിയാണ്. മുത്തബി സുന്നത്ത്. അതാണ് നബി എങ്ങനെ നടന്നത്. അങ്ങനെ നടക്കുമ്പോൾ നബി ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ചെയ്യും. മുപ്പരേക്കൂടെ നടക്കുമ്പോൾ അവിടെ ഇരിക്കും. എന്റെ മുത്തി നബി ഇരുന്ന സ്ഥലല്ലേ. അങ്ങനെ സ്നേഹമുള്ള ഒരാളായി. അവരെ ഖബറുള്ള സ്ഥലമുണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്തു. അധികം പറഞ്ഞിരുന്നു. അധികം നമ്മൾ ആയിഷ പള്ളിയിലേക്കാളും കുറച്ച് കൂടുതൽ സ്ഥലം പോകുന്നുണ്ട്. 15 റിയാൽ നമുക്ക് ചെലവ് വരും. അപ്പോ ഏതോ ഒരാളാ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്നിട്ട് ബസ്സിൽ നിന്ന് ഭയങ്കര വെള്ളം ഉണ്ടാക്കി. ഇവിടെ അടുത്തുള്ള ആളൊന്നുമില്ല, അവിടെ കൊണ്ടോട്ടി ഏരിയയിലുള്ള ആളാണ്. ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകളെ കൊണ്ടാണ് എനിക്ക് ഷർട്ട് മുഴുവൻ. ഒരു പറഞ്ഞൊന്നും മനസ്സിലാവില്ല. പിന്നെ പിരിവിടും. ഒരു സംഗതി പറഞ്ഞാല് പിന്നെ അത് പിരിവാക്കി മാറ്റും. അപ്പൊ നമ്മൾ മെല്ലെ എന്ത് ചെയ്തു, പിന്നെ മെല്ലെ പോയിട്ട് നിങ്ങളോട് പറയണ്ട, ജസ്റ്റ് നമുക്ക് അവിടെ പോകണമായിരുന്നു. എന്താ കുട്ടിക്ക് അവിടെ ഞാൻ പറയാനാണ് അയച്ചത്. കാരണം അപ്പൊ 5 റുപ്യോ എങ്ങനെ 5 റുപ്യ അധികം വന്നു വെച്ചിട്ട് അതിനൊച്ച ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ, അതിനുള്ള സംഘാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മളെ കുടുംബം പോണ സ്ഥലല്ലേ. അൽഹംദുലില്ലാ ഒരു കൊല്ലത്തിൽ 8 വട്ടോ 7 വട്ടോ 6 വട്ടൊക്കെ നമ്മൾ പോണ സ്ഥലല്ലേ. ഈ പോണത് ആർക്കാണ്? നിങ്ങൾ പറയും, ആർക്ക് വേണ്ടിയാണ് ഈ പോണത്? ആ സംഘത്തിന് വേണ്ടിയല്ലേ. ഓർക്ക് താല്പര്യമില്ലേ പിന്നെ നമ്മൾ അടങ്ങാറായി കൊണ്ടുപോകണം എന്ന നിലപാട് സ്വീകരിച്ചു. അവർ 5 ഞാൻ തരണുള്ളൂ. ഞാൻ പറഞ്ഞു അയാൾ 5 റുപ്യ വാങ്ങരുത്, 5 ഞാൻ തരാം, 5 റുപ്യ തരാം.
അപ്പൊ ഇങ്ങനത്തെ ഈ 1 റുപ്യടി 2 റുപ്യടി കണക്ക് മക്കത്തും മദീനത്തൊക്കെ അതിനൊക്കെ ഈ മുതല് ഇങ്ങനെ കണ്ടുപിടിക്കപ്പെടല്ല നമ്മളെ അമീർ നമ്മളെ എന്താണ് നമ്മളെ ട്രാവൽസിന്റെ ആണ് അള്ളാഹു ബർക്കത്ത് കൊടുക്കല്ലേ. ഇത് പറ്റിയ ആളാണ്. കാരണം എന്താ അറിയോ, എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് കുറച്ചേരം യാത്ര ചെയ്താൽ ഒരു ചായ കിട്ടും. ആ മൂപ്പർക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം ഉഷാറാണ്. അതില്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ട ക്ലാസ് ഒക്കെ ചുരുക്കും, മസാലയൊക്കെ ചുരുക്കും പറ്റും. അങ്ങനെ അതാ നല്ല ഒരു കട കാണുന്നുണ്ട്, പോയി കൊണ്ടുപോകും ചായ വാങ്ങിട്ട് നമുക്കൊരു ഉഷാറായി. അങ്ങനെ അതിനൊരു 2 റുപ്യ ചെലവായതൊന്നും ഒരു മടി കാണിക്കാതെ ഞാൻ വേറെ കാര്യം ചെയ്യും, അത് ശരി വെക്കും. എല്ലാവർക്കും തന്നെ പരിപാടി അങ്ങനെ വാങ്ങി കൊടുക്കുക. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ജീവിതത്തിൽ നിയന്ത്രണം വേണം. സ്വന്തത്തെ ഞാൻ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുക. പക്ഷെ നമ്മളെ ഈ ഉംറയിൽ നിന്ന് എത്ര കിട്ടുന്നത് നമുക്കറിയാം, ഓരോ സംഘത്തിൽ എത്ര കിട്ടുന്നത്. അതിനേക്കാളും കൂടുതൽ ചെലവാക്കി കാണുമ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് ലാസ്റ്റ് മെല്ലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അറിയാതെ ഞങ്ങൾക്ക് വാങ്ങിയത് അక్కడ കൊടുക്കും. എന്നാലും യാത്രയുടെ രസമുണ്ട്, ചെലവാക്കണിന് ഒരു മടിയില്ലാത്ത. നിങ്ങളുടെ യാത്രയിൽ എത്ര ചെലവാക്കേണ്ടത് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ട അത്ര ചെലവാക്കണം. എത്ര ഉംറകൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ 3 ഉംറ കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഉംറക്കുള്ള നിങ്ങൾ കരുതുക. നിങ്ങൾക്ക് സംസം കൊണ്ടുവരാൻ പഴയ കാലത്ത് 10 ലിറ്റർ കൊണ്ടുവന്നതിനാണ് നമ്മൾ പൈപ്പ് തിരിച്ച് ബാഗിലാക്കി കൊണ്ടുവരാം. പക്ഷെ ഇപ്പൊ പറ്റില്ല. ഇപ്പൊ കമ്പനി കൊടുക്കുന്ന കമ്പനിയെ ഏൽപ്പിച്ചിട്ടാണ് അവിടുന്ന് അത് വാങ്ങാൻ 13 ചില്ലറി 13 റുപ്യ കൊടുക്കും. അതിന് 15 റിയാൽ വെച്ച് നമ്മൾ കൂട്ടും. കാരണം അവിടെ ഈ സാധനം എടുത്തേക്കിനെയും വെക്കിനെയും ചെങ്ങായിമാര് ഭക്ഷിച്ചു പറഞ്ഞ് ഓല് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ അത് തിന്നാ കൊടുക്കുക, അതിന് മാറ്റി വെക്കണം. 4 ഉംറയാണ് നമ്മൾ അധികം ചെയ്യുന്നത്, 7 എണ്ണാണ് ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ച് ക്യാഷ് മാറ്റി വെക്കണം. ഈത്തപ്പഴം എത്രയും കൊണ്ടുവരുന്നു അതിനനുസരിച്ച് നിങ്ങൾ ക്യാഷ് മാറ്റി വെക്കണം. അത് എത്ര ക്യാഷ് കൊണ്ടുവച്ചാൽ എത്രയും നമുക്ക് പറയാൻ കഴിയൂല. ഒരു 500, 600, 700, 1000 റിയാൽ കയ്യിൽ വെച്ച് പോയിരുന്ന ആളുകളുണ്ട്. അതിവിടെ ബാലൻസ് വന്നാൽ തയ്യാറാവേണ്ട ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വാങ്ങിയോടെ തന്നെ കൊടുത്ത് അതിന്റെ ക്യാഷ് പോലെ തിരിച്ചു തരും. ഇനി അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ എല്ലായിടത്തും ഉണ്ടതല്ല, മൂല്യം കിട്ടുന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കാം. ക്യാഷ് ഉണ്ടാവണം കയ്യില്, അതിൽ മടി കാണിക്കരുത്. ഉദ്ദേശിച്ച എല്ലാ സ്ഥലം പോകണം. നമ്മൾ പോയ 90% ബാച്ചുകളിൽ എല്ലാം പറഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോ ഒരു പോക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ പോകുമ്പോ എല്ലാവരും പോയി 20 റിയാലും വേണ്ടില്ല, 40 ആയാലും വേണ്ടില്ല. ഈ മനസ്സുള്ളവരായിരിക്കണം യാത്രാ സംഘത്തിലുള്ള ആളുകൾ. ആദ്യം പറയാതെ എല്ലാ വിഷയങ്ങളും പറയില്ല, ആ വാങ്ങാൻ നമ്മൾ കാണിച്ചു തരൂല, അത്രേ ഉള്ളൂ. നമ്മുടെ സംഘത്തിൽ 3 ഉംറ ചെയ്യാനും ചെയ്യും. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യും. കാണാനുള്ള സ്ഥലങ്ങൾ ഇതിൽ പെടുന്ന കാഴ്ച സ്ഥലങ്ങൾ ആദ്യം പറയും. ഇതിൽ പെടുന്നത് അത് ഇതാണ്. ഒന്ന്, മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്ന ഹിജ്റ വേളയിലെ ഒരു പർവ്വതം. ഏത് പർവ്വതം കേട്ടിട്ടില്ലേ? എല്ലാ സ്ഥലം കാണാൻ തോന്നിയിട്ട് അതിന്റെ മോളിക്കാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുൽത്താൻ ഏറ്റിക്കൊണ്ടുപോയത്. അതിന്റെ ഉള്ളിൽ നിന്നാണ് പാമ്പ് കൊത്തിയത്. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് കേട്ടതാണ്. ആ പർവ്വതത്തിൽ പോയി നമ്മൾ കാണും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ കാണുന്നത് അറഫ. അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിറങ്ങിയ വാദിയ ഖുർന എന്ന് പറയുന്ന പ്രത്യേക ചെരിവ്. അറഫയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ ളുഹറും അസ്റും ജമാഅത്ത് നിസ്കരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ഒരു സ്ഥലമുണ്ട്, നെമീറ പള്ളി. അറഫയിൽ ഒരു ചെറിയ ഒരു കുന്നുണ്ട്, ഒരു പർവ്വതം. എന്താണ് ആ പർവ്വതത്തിന്റെ പേര്? ജബലു റഹ്മ, റഹ്മ പർവ്വതം. പിന്നെ നമ്മൾ ഇങ്ങനെ പോകുന്നു, അതാ തൊട്ടടുത്ത് മുസ്ദലിഫ കാണുന്നു. മുസ്ദലിഫയിൽ ആദം നബിയും ഹവ്വാ ബീവിയും ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ഒരുമിച്ച് കിടന്നുറങ്ങിയ ആദ്യത്തെ സ്ഥലമാണ്. അവിടെ ഹാജിമാരെ കല്ലെറിയാൻ വേണ്ടി കല്ല് കൊളുത്തുന്ന സ്ഥലമാണ്. അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് ഇശാ നിസ്കരിച്ച് നേതൃത്വം നൽകിയ മശറുൽ ഹറാമുള്ള പള്ളിയാണ്. അത് കഴിഞ്ഞ് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു ചെറിയ ഒഴിഞ്ഞു കിടക്കുന്ന ഏരിയ, അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതേതാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു സംഭവം. ആനക്കലഹ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കാബ് വിളിക്കാൻ വേണ്ടി യമനിൽ നിന്ന് രാജാവ് ആനപ്പടയാളികളേറ്റ് വന്നു. വാദി മഹ്സറിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? അബാബിൽ പക്ഷികൾ ഇറക്കി, എന്നിട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഖുർആനിലുണ്ട് ആ സംഭവം. അലം തറ കൈഫ ഫഅല റബ്ബുക യസ്ഹാബിൽ ഫിൽ. ആനപ്പടയാളികൾ എന്താ ചെയ്തത് നിങ്ങൾക്കറിയോ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരെ കാബ് വിളിച്ചു കളയാനുള്ള അവരെ ചതി അല്ലാഹു ആകെ നശിപ്പിച്ചു കളഞ്ഞു. വാർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അല്ലാഹു അബാബിൽ പക്ഷികളാണ്. ഫജഅലഹും കഅസ്ഫിൻ മൗകൂൽ. അവരെ നശിപ്പിച്ചിട്ട് ചവച്ചു തൂക്കിയ വൈക്കോലുകളെ പോലെയാക്കി എന്ന് ഖുർആൻ പറയുന്ന ആ സംഭവം നടന്ന സ്ഥലമാണ് വാദി മുഹസ്സർ. ഇൻഷാ അല്ലാഹ് കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
കുറച്ചു കഴിയുമ്പോ മിനയിലെ ഒരു കുന്നിന്റെ ചെരുവിൽ ഒരു ചെറിയ പള്ളിയുടെ ഭാഗം, ആ പള്ളിയാണ് കബിഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനായ ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലമാണ്. അല്ലാഹു കാണാൻ നമുക്ക് തൗഫീഖ്. കുറച്ചു കഴിയുമ്പോൾ മിനായിലെ വിശാലമായ ടെന്റുകൾ, തീപിടിക്കാത്ത ടെന്റുകൾ. പഴയ കാലത്തൊക്കെ മിനായിൽ ദുരന്തമുണ്ടായി, ഇല്ല, കുറവാണ്. തീപിടുത്തം ഉണ്ടാവില്ല, കാരണം അത്രയും സേഫ്റ്റി ഉള്ള ടെന്റുകളാണ്. അതിപ്പോ തീ പിടിക്കൂല. അതിന്റെ ഉദ്ഘാടനം തന്നെ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചിട്ടാണ്. അതിന്റെ മുകളിൽ പെട്രോൾ ഒഴിച്ചിട്ട് തീയൊടുത്ത് പെട്രോൾ കത്തിപ്പോയി, ആ താർപ്പായ കത്തിയില്ല. അങ്ങനത്തെ സ്ഥലമാണ്. കാഴ്ചകള് അവിടെയും ഉണ്ട് ഒരു പള്ളി. 70 നബിമാരവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. ഹൈഫ് പള്ളിയാണ്, നമുക്ക് കാണണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അവിടെ അതാ ജംറകൾ കാണുന്നുണ്ട്. ജംറകള് ഹാജിമാര് കല്ലെറിയുന്ന സ്ഥലം. അത് കഴിഞ്ഞ് നമ്മളതാ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പിന്നെ ജഹറാനയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉംറയിലെ 3ാം യാത്രയിലാണ് ഇത് സംഭവിക്കുക. ജഹറാന കാണുന്നു. ഹുനൈൻ യുദ്ധം നടന്ന കാഴ്ചകളും സംഭവങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറയാം. അവിടെ നമുക്ക് ഇഹ്റാം ചെയ്യാം. ഈ കാഴ്ചകളുടെ കൂടെ ഒരു ഇഹ്റാമും, അതാണ് അന്ന്. പിന്നെ നമ്മൾ കഅബയുടെ പരിസരത്ത് കൂടെ ഇങ്ങനെ നടന്ന് ഒരു 1-2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഇങ്ങനെ നടന്നാൽ കുറേ കാഴ്ചകളുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി ഹിജറ പോയ വഴി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്. കുറച്ചിങ്ങനെ നടക്കുമ്പോൾ ഒരു രഹസ്യമായിട്ട് ക്ലാസ് എടുത്തിരുന്ന ഒരു സ്ഥലമുണ്ട്, ദാറുൽ അർഖം. ആദ്യത്തെ നബിയും സഹാബത്തും രഹസ്യമായിട്ട് ക്ലാസ് എടുത്തിരുന്ന സ്ഥലം. സുഖാത്തുൽ ഹജർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം. എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് കേൾക്കുന്നുണ്ട്. ഒറ്റ ആളെ അവിടെ കാണാതെ നോക്കുമ്പോ എന്താ, ഒരു കല്ല് സലാം പറയാം. കല്ലുകൾ സലാം പറയും. റസൂലുള്ളാഹി സലാം പറഞ്ഞിരുന്നു, ഇന്നി ലഅരിഫു ഹജറൻ യുസല്ലിമു അലയ്യ ഖബല അൻ ഉബഅസ. അത് നബി ആയിട്ടില്ല, നബി ആകുന്നതിന്റെ മുമ്പ് തന്നെ എന്നോട് കല്ലുകൾ സലാം പറഞ്ഞിരുന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് സുഖാത്തുൽ ഹജർ. ആ സ്ഥലം നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭൂമിയിൽ ആദ്യം ഉണ്ടായ പർവ്വതം ഏതാ? ഭൂമിയിൽ ആദ്യം ഉണ്ടായ മല ജബൽ അബീ ഖുബൈസ. എവിടെയുള്ളത് അറിയോ? എവിടെയുള്ളത്? കഅബയുടെ തൊട്ടടുത്ത് തന്നെ. ആ പിന്നെ സൈഡിലൂടെ നമ്മൾ ഉംറ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്ത ഭാഗത്ത് രാജാവിന്റെ കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഉള്ള ആ മലയാണ് ജബൽ അബീ ഖുബൈസ്. അവിടെ നിന്നാണ് ഇബ്രാഹിം നബി നമ്മളെ ഹജ്ജിന് വേണ്ടി വിളിച്ചത്. അവിടെയാണ് നൂഹ് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഹജറുൽ അസ്വദ് സൂക്ഷിക്കപ്പെട്ടത്. ആ മലയുടെ മുകളിൽ കയറിയാണ് 40 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ് എന്ന് പ്രഖ്യാപിച്ചത്. ആ മലയുടെ മുകളിലാണ് ചന്ദ്രൻ 2 പിളർപ്പായപ്പോൾ ഒരു ഭാഗം തട്ടിയത്. അങ്ങനെ 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 എന്നിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് അവിടുന്ന് പറഞ്ഞു അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ തന്നെ ഫുള്ള് പറയണ്ടല്ലോ. ഇപ്പൊ തന്നെ ഫുള്ള് പറയാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അരിപേരെ ഇരിക്കേണ്ടി വരും. ഞാൻ ചുരുക്കി പറയാം. അതും കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നീങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട് കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴാ കാണുന്നത് അറിയോ? എപ്പോഴാ നമ്മള് കാണുന്നത്? എന്താ നിങ്ങൾ ഒരു ഉഷാറില്ലല്ലോ. എപ്പോഴാ നമ്മള് കാണുന്നത്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊരു ഭയങ്കര സംഭവം. പഴയ കാല ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഹിജറ 4-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന റബീഉൽ അവ്വലിന്റെ നബിദിനാഘോഷത്തിന്റെ സംഭവങ്ങൾ പറയുന്നു. അന്ന് മക്കത്തുള്ള ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു? സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട് മുത്തുനബി ജനിച്ച വീട്ടിൽ ചെയ്യുക, എന്നിട്ട് നബിന്റെ മദിനകൾ പറയാം. അങ്ങനെ അവിടെ മൗലിദ് നടന്നിരുന്നു എന്ന് പഴയ ഗ്രന്ഥങ്ങളിലുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലം കാണുക എന്നുള്ളത് ഒരു നബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് മക്കക്കാര് ചെയ്തിരുന്നു. അതിന് നമുക്ക് ആ അവസരം കിട്ടുകയാണ് എന്ന് റബീഉൽ അവ്വൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 82 റുപ്യ 81 റുപ്യ കൊടുത്ത് പോണ്ട ബാച്ചാണ് നമ്മൾ പൈസ കൂടുതൽ കൊടുത്ത് പോണത്. അതിന്റെ കാരണം ഒന്ന് ഓണം വെക്കേഷനാണ്, മറ്റൊന്ന് റബീഉൽ അവ്വലാണ്. ഈ സമയത്തൊക്കെ പൈസ കൂടും. പൈസ കൂടി ആളുകൾ ഇനി ഏതായാലും 5000 കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി എന്ത് ചെയ്യണ്ട, നീ കൊടുത്ത് മാറ്റണ്ട, അങ്ങനെ തന്നെ ഉണ്ടോട്ടെ, കൊടുത്ത് ഇനി തിരിച്ചു വാങ്ങണ്ട. നല്ല ടൈമാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിൽ മദീനത്ത് കൂടാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇനി നമ്മൾ ഉദ്ദേശിച്ച ഒരു തടസ്സം അള്ളാഹു തരാതിരിക്കട്ടെ. അപ്പൊ അങ്ങനെ നടന്ന് ഞാൻ ചുറ്റി പറയാം. ഈ യാത്രയിൽ നമുക്ക് പിന്നെ അള്ളാഹുവിന്റെ റസൂൽ കുടുംബവും താമസിച്ചിരുന്ന ആ ശരീരം, അലി റളിയല്ലാഹു താമസിച്ചിരുന്ന സ്ഥലം, അതുപോലെ തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ എന്ന് പറയുന്ന ഒരു പർവ്വതം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായി പ്രഖ്യാപിച്ച ഒരു പർവ്വതം. ഇൻഷാ അല്ലാഹ് അതൊക്കെ കാണിച്ചു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹിന്റെ അന്ന്
ആട്ടിയോടിക്കപ്പെട്ട മക്ക രാജ്യത്തിൽ നിന്ന് പിന്നെ പോയതിനു ശേഷം മക്കയിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ കൊടി കുത്തിയ സ്ഥലം മസ്ജിദുർ റായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ടെൻഷൻ ആയിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇറങ്ങിയ സ്ഥലം. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ ഒരു മരം വന്നിട്ടുണ്ട്. ആ മരത്തിനെ ഇങ്ങോട്ട് വിളിച്ചു. ആ മരം ഇങ്ങോട്ട് പുഴങ്ങി കടവഴകി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം പറഞ്ഞു. തിരിച്ചു പോകാൻ പറഞ്ഞു. തിരിച്ചുപോയി. അത്ഭുതം നടന്ന സ്ഥലം. അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഷജറ. അല്ലാഹു നമുക്ക് ഇതൊക്കെ കാണാൻ തൗഫീഖ് തരട്ടെ. ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതാ ഒരു മഖബറ. ഏതാ മഖബറ? മക്കയിലെ ജന്നത്തുൽ മുഅല്ല. ആ ജന്നത്തുൽ മുഅല്ലയെ നമുക്ക് കാണാം. അവിടെ ഖദീജ ബീവി ഉണ്ട്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി നമ്മൾ ജിന്നുപള്ളി കഴിഞ്ഞ ശേഷമാണ് അവിടെ ജിന്നുപള്ളി. അതിന്റെ മുമ്പുണ്ട്. ജിന്നുപള്ളി ഏതാണ്? ശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിന്റെ 23-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. ഞാൻ അതിലേക്ക് അടുക്കില്ല. തങ്ങൾ ടെൻഷൻ ആയപ്പോൾ വാദി നഖ്ല എന്ന് പറയുന്ന ത്വായിഫിൽ നിന്ന് വരുമ്പോൾ ഒരു സ്ഥലമുണ്ട്, വാദി നഖ്ല. അവിടെ നിന്ന് ജിന്നുകൾ 7 ആൾ വന്നു, നബിനെ കൊണ്ട് വിശ്വസിച്ചു. അവര് 300 ആൾ കൂടി ഒരാളുകളെയൊക്കെ പാടെ കൂട്ടിയിട്ട് മക്കത്തേക്ക് വന്നു. നബിനോട് ഇവർ അറിയിച്ചു, ഞാൻ രാത്രി വരാന്ന് പറഞ്ഞു. രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ജിന്നുകളോട് സംസാരിക്കാൻ പോവാ, നിങ്ങൾ ആരെങ്കിലും പോരണോ എന്ന് ചോദിച്ചു. ആരോട്? സഹാബികളോട്. ഒക്കെ പേടിയാണ്, ജിന്നുകളെ പേടിയാണ് തന്നെ. അപ്പൊ വേണ്ട. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ റെഡിയാണ്. ആരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നേരെ കൂട്ടിപ്പോയി എന്നിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ വരച്ചു. എന്ന് പറഞ്ഞു, അവിടെ നിൽക്കണം, ഈ വരയുടെ ഉള്ളിൽ പുറത്തേക്ക് വരരുത്. പുറത്തേക്ക് വന്നാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ ഞാനിതും തമ്മിൽ കാണില്ല. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നാടൻ നെയ്ത്തുണ്ടായിരുന്നു, ഒടിയന് അല്ലെ. ഒടിയനെ കെട്ടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു റൗണ്ട് വരച്ചിട്ട് ഉള്ളിൽ കത്തിയൊക്കെ കുത്തിയിട്ടുള്ള പരിപാടിന്റെ വെല്ലിപ്പോ പറയുന്നുണ്ട്. ചളിയിൽ എത്രത്തോളം പേരുണ്ട്. ഏതായാലും ഈ വര വരച്ചിട്ടുള്ള പരിപാടിയാണ്. മോശമായൊരു വര വരച്ചിട്ട് അതിൽ താവൊക്കെ കയ്യിലെങ്ങനെ വര കിട്ടി. ഈ വര വരച്ചിട്ടുള്ള പണികളൊക്കെ പഴയ കാലത്ത് സീത്താൻ ഒതുക്കാനാണ്. അപ്പോ ജിന്നുകൾ ഒതുക്കുക. അതിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഒരു സൗണ്ട്, ഭയങ്കര സൗണ്ട്. എന്താണ് അറിയുന്നില്ല. നബിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചു. പിന്നെ റസൂൽ നേരെ കൊടുത്തപ്പോഴാ പിന്നെ മസൂദ് എന്തൊക്കെ കണ്ടത്? നബി ഞാനാകെ പേടിച്ചു, എന്തൊക്കെ അവിടെ നടന്നത്? തങ്ങൾ പറഞ്ഞു, ജിന്നുകളാണ് 300 ആള് വിശ്വസിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു മുസ്ലിമായി ഖുർആൻ ഓതി കേൾപ്പിച്ചു. അവർക്ക് സന്തോഷം തോന്നി. കൊലപാതകം നടന്നിരുന്നു, ഞാനതിന് പരിഹാരം പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞ് ആ സംഭവങ്ങള് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് തിന്നാൻ എന്തേലും വേണം. വലിയ വിഷയമാണ്. ജിന്നുകൾക്കാണെങ്കിലും മനുഷ്യന്മാർക്കാണെങ്കിലും തിന്നണല്ലോ. തിന്നാൻ എന്തേലും വേണം. അതെന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് അർത്ഥ ജീവികളുടെ എല്ലിങ്ങൾക്ക് ഭക്ഷണമായിട്ട് മാറും എന്ന് റസൂലുള്ളാഹി നിശ്ചയിച്ചു കൊടുത്തു. ആ സംഭവമൊക്കെ നടന്ന സ്ഥലമാണ് ഈ വാദത്തിന്. അതുകൊണ്ടാണ് എല്ലിമ മുദ്രയിക്കാൻ പറ്റൂല എന്ന് മദ്രസകൾ പഠിച്ചിട്ടില്ല. അതിന്റെ കാരണം മുസ്ലിങ്ങളായ ജിന്നുകളുടെ ഫുഡാണ് അത്. അയില് അതുകൊണ്ടാണ് അയിമന്ന് അവർക്ക് ഇത് കിട്ടുന്നതാണ്, ഭക്ഷണം കിട്ടുന്നതാണ്. പോട്ടെ, മുയൽക്കൊന്നും കിടക്കണ്ട. അതും കഴിഞ്ഞ് അതിന്റെ പള്ളിയും കഴിഞ്ഞ് നേരെ ചെന്നാൽ ആണുങ്ങൾ അതിന്റെ മുമ്പ് ജന്നത്തുൽ ബഖീലേക്ക് ഇങ്ങനെ കയറാം. പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടെ അപ്പുറത്തും കൂടെ പോയിട്ടാണ് കാണാൻ കഴിയുള്ളൂ. അതാ കാണുന്ന ഒരു ചെറിയ 2-3 ഷെഡ്. അതിന്റെ ഉള്ളിൽ ഒരു മഖബറ, മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര. റളിയല്ലാഹുവിനോടൊക്കെ മക്കത്ത് പോയ ബീവി ഖദീജത്തുൽ കുബ്ര. ശരി, അവിടെ നീച്ചെന്നാണ് നോക്കട്ടെ. ആരാ നിങ്ങളുള്ള ആൾക്കാർ കത്തിക്കുന്നു? ഞാൻ നിങ്ങളെ നോക്കട്ടെ. നിങ്ങൾ തന്നെയാണല്ലോ. നിങ്ങളെ കഴിച്ചു വരുമ്പോഴൊക്കെ ശരിയാവും. തുടങ്ങിയിട്ടുള്ളൂ.